ഫ്രണ്ട്സ്, AS മീഡിയയുടെ പുതിയ ലേറ്റസ്റ്റ് ഇൻഫോർമേറ്റീവ് എഡ്യൂക്കേഷണൽ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. കേരള യൂണിവേഴ്സിറ്റി YUGP 2024-25 റിലേറ്റ് ചെയ്ത് ട്രയൽ അലോട്ട്മെൻറ്റ് പബ്ലിഷ് ചെയ്തിരിക്കുകയാണ്. സോ നിങ്ങൾക്ക് കേരള യൂണിവേഴ്സിറ്റി സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ സൈറ്റ് അവൈലബിൾ ആയി കിട്ടും. നിങ്ങൾക്ക് അറിയാമല്ലോ ഓൾറെഡി. അപ്പം അതിൽ നിങ്ങളുടെ FIUGP രജിസ്ട്രേഷനിൽ വരിക. രജിസ്ട്രേഷൻ ക്ലിക്ക് ചെയ്യുമ്പം വാട്സ് ന്യൂ എന്ന് പറഞ്ഞ അപ്ഡേറ്റ് കാണാം. അത് സ്ക്രോൾ ചെയ്യുമ്പം ഇവിടെ ആപ്ലിക്കൻ ലോഗിൻ എന്ന് കാണാം. നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും അവിടെ കൃത്യമായിട്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കുക, ലോഗിൻ ചെയ്യുക. പാസ്വേഡ് ഓൾറെഡി നിങ്ങൾക്കറിയാം, നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് തന്നെ ആയിരിക്കും പാസ്വേഡായിട്ടുള്ളത്. സോ അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. നിങ്ങൾ ലോഗിൻ ചെയ്യുന്ന സമയത്ത് ഇങ്ങനൊരു ഇൻ്റർഫേസ് ആയിരിക്കും നിങ്ങൾക്ക് വരിക. അവിടെ ട്രയൽ അലോട്ട്മെൻറ്റ് എന്ന് പറഞ്ഞിട്ട് കിടക്കുന്നുണ്ടാവും. ആൻഡ് അലോട്ടഡ് ആയിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് ആ ഒരു കോളേജും കോഴ്സും കാണിക്കുന്നുണ്ടാവും. അലോട്ടഡ് അല്ലാത്ത വിദ്യാർത്ഥികൾക്ക് യു ഹാവ് നോ അലോട്ട്മെൻറ്റ് ഇൻ ദ ട്രയൽ അലോട്ട്മെൻറ്റ് എന്ന് പറഞ്ഞിട്ട് അവിടെ കാണിക്കുന്നുണ്ടാവും. സോ ഇൻ്റർഫേസ് ഓപ്പൺ ആയി വരുന്ന സമയത്ത് ഇങ്ങനെ കാണിച്ചിട്ടില്ലെന്നുണ്ടെങ്കിൽ ഇവിടെ അലോട്ട്മെൻറ്റ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്താൽ മതി, നിങ്ങൾക്ക് അലോട്ടഡ് ആയിട്ടുള്ള ആ ഒരു കോളേജ് കാണാനായിട്ട് സാധിക്കും. ഇനി മറ്റൊരു കാര്യം പറയേണ്ടത്, അലോട്ടഡ് ആയിട്ടുള്ള വിദ്യാർത്ഥികളാണെന്നുണ്ടെങ്കിലും അലോട്ടഡ് ആവാതെ സോറി എന്ന് കാണിച്ചിട്ടുള്ള വിദ്യാർത്ഥികളാണെന്നുണ്ടെങ്കിൽ രണ്ടുപേരും മനസ്സിലാക്കേണ്ട കാര്യം, രണ്ട് കൂട്ടരും മനസ്സിലാക്കേണ്ട കാര്യം, ഇത് ട്രയൽ അലോട്ട്മെൻറ്റാണ്. ട്രയൽ മാത്രമാണ്, ജസ്റ്റ് ട്രയൽ മാത്രം ഇട്ടതാണ്. ഇത് തന്നെ ഇപ്പം അലോട്ടഡ് ആയിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് ആ കോളേജും കോഴ്സും തന്നെ ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ കിട്ടണമെന്ന് നിർബന്ധമില്ല. അത് ചേഞ്ച് ചെയ്ത് വരും. ആൻഡ് ഇപ്പം ട്രയൽ അലോട്ട്മെൻറ്റ് വരാത്ത വിദ്യാർത്ഥികൾക്ക് ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ കിട്ടില്ല എന്നതല്ല, നിങ്ങൾക്ക് ഈ പറഞ്ഞതുപോലെ എഡിറ്റ് ഓപ്ഷൻ യൂസ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ ഓപ്ഷൻസിൽ ചേഞ്ച് വരുത്താനായിട്ട് സാധിക്കും. നമുക്ക് നാളെ രാത്രി വരെ എഡിറ്റ് ഓപ്ഷൻ അവൈലബിൾ ആണ്. അപ്പോൾ ആ ഒരു ടൈം പീരീഡിനുള്ളിൽ എഡിറ്റ് ഓപ്ഷൻ യൂസ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ കോഴ്സിലും കോളേജിലൊക്കെ മാറ്റം വരുത്തണമെന്നുണ്ടെങ്കിൽ ഇൻഡെക്സ് മാർക്ക് ചെക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് മാറ്റം വരുത്താവുന്നതാണ്. എങ്ങനെയാണ് ഇൻഡെക്സ് മാർക്ക് ചെക്ക് ചെയ്യുന്നത് നിങ്ങൾ ഓൾറെഡി പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഇവിടെ ഇൻഡെക്സ് മാർക്ക് അവൈലബിൾ ആണ്. അതിൽ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നൽകിയിട്ടുള്ള നിങ്ങളുടെ കോഴ്സുകളുടെ ഇൻഡെക്സ് മാർക്ക് കാണാൻ സാധിക്കും. ആൻഡ് ആൾസോ മറ്റ് കോളേജുകളുടെ ഇൻഡെക്സ് മാർക്കും കാര്യങ്ങളും എങ്ങനെയാണ് ചെക്ക് ചെയ്യുന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഓൾറെഡി ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് നമ്മുടെ ചാനലിൽ അവൈലബിൾ ആണ്. ഇല്ലെന്നുണ്ടെങ്കിൽ യൂട്യൂബിനകത്ത് AS മീഡിയ ഹൗ ടു ഫൈൻഡ് ഇൻഡെക്സ് മാർക്ക് എന്ന് പറഞ്ഞാൽ ടൈപ്പ് ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ നമുക്ക് നമ്മൾ ചെയ്തിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് അവൈലബിൾ ആയി കിട്ടുന്നതായിരിക്കും. ഓക്കെ, അപ്പം രണ്ട് അലോട്ടഡ് ആയിട്ടുള്ള വിദ്യാർത്ഥികൾ, അതുപോലെ അലോട്ടഡ് ആവാത്ത വിദ്യാർത്ഥികളാണെങ്കിൽ വിഷമിക്കേണ്ട ആവശ്യമില്ല. ഇത് ജസ്റ്റ് ഒരു ട്രയൽ മാത്രമാണ്. ഫസ്റ്റ് അലോട്ട്മെൻറ്റ് ഉണ്ട്, സെക്കൻഡ് അലോട്ട്മെൻറ്റ് ഉണ്ട്, തേർഡ് അലോട്ട്മെൻറ്റ് ഉണ്ട്. അതിനുശേഷം സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റുകളുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഏതെങ്കിലും കോഴ്സുകളോ മറ്റും ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ഓപ്ഷൻസിൽ എഡിറ്റ് ഓപ്ഷൻ യൂസ് കൊണ്ട് ചേഞ്ച് ചെയ്യുക. ഫസ്റ്റ് അലോട്ട്മെൻറ്റ് 13-ാം തീയതി വരുന്നതാണ് എന്നുള്ള കാര്യമാണ്. ഓക്കെ, 13-ാം തീയതി വരുന്നതായിരിക്കും. 13-ാം തീയതി വരുന്ന സമയത്ത് ആ ഡീറ്റെയിൽസ് നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും. താങ്ക് യു സോ മച്ച്.